ഗുഡ് മോർണിംഗ്. ഇന്ന് മടി പിടിച്ചൊരു ദിവസമായിട്ട് നമുക്കൊന്ന് ക്ലാസ്സിൽ പോയിട്ട് വന്നാലോ? എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എന്നെ കണക്കൊരു ഭൂലോകം അടിച്ച് ഈ ലോകത്ത് വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിൽ എണീച്ച സ്ഥിതിക്ക് സ്ഥിരം പരിപാടി അങ്ങ് ചെയ്തേക്കാം. നമുക്കുള്ള ചായ കൂടി, ചായ ഇല്ലാതൊരു ജീവിതമില്ലല്ലോ. ഇതാണ് ഡെയിലി രാവിലെ ഞാൻ എണീച്ച് കണി കാണുന്നത്. കണിക്കൊന്നയ്ക്ക് വരാം, ഇത് ഏതോ വേറെന്തോ ഒരു മരമാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിന് ഈ മഞ്ഞൊക്കെ മാറി മരത്തിൻ്റെ വെറും കൊമ്പ് മാത്രമായിട്ട് ഫുള്ള് മഞ്ഞ് വീഴാനുള്ള ടൈം ആയി വരുന്നുണ്ട്. അതുവരെ ഇതൊന്ന് കണ്ട് ആസ്വദിക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ. രാവിലത്തെ ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടി വിൻഡോ ഒക്കെ തുറന്നിട്ട് ചായ ഇട്ട് കുടിച്ച് നിൽക്കും. നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ ആ ഉറക്കത്തിൻ്റെ ഇതൊന്നും മാറി കിട്ടും. തുറന്നപ്പോൾ തന്നെ നല്ല ഐസ് ഉണക്കത്തെ കാറ്റടിച്ച് വരുന്നുണ്ട്. ആ മരങ്ങൾ നടന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മരത്തിൻ്റെ ഓരോ കൊമ്പിലും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഓരോ കൊമ്പും നിറയെ കുറേ കൂടുകൾ ഇരിക്കുന്നതാണ്. എന്തിൻ്റെയൊക്കെ കൂടാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ മരങ്ങളിലെല്ലാം മെയിനായിട്ട് വന്നിരിക്കാനുള്ളത് അണ്ണാൻ, കാക്ക, പ്രാവ്, പിന്നെ എനിക്ക് പേരറിയാത്ത എന്തൊക്കെയോ കിളികളൊക്കെ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം. മടിയന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം. വലിയ പാടില്ലല്ലോ, തിന്നാനും കൊള്ളാം. ഇത് ഞാൻ പോണ ഈ ട്രെയിനിൽ കണ്ടൊരു ചേട്ടനാണ്. ഇവരൊക്കെ കയറുമ്പോഴാണ് ആകെ ചത്തിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത്. ചേട്ടൻ ഭയങ്കര കൂളായിരുന്നു. എനിക്കൊരു ടാറ്റയും ഹായ് ഒക്കെ തന്നിട്ടാണ് ലാസ്റ്റ് ഇറങ്ങി പോയത്. ഞാൻ 10 പൈസ കൊടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സത്യം പറഞ്ഞാൽ മ്യൂസിക്കിൽ ഇത്രയും കഴിവുള്ള ആൾക്കാരെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. നാട്ടിലുള്ളപ്പോൾ ഇനിയിപ്പോൾ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തതാണോ എനിക്ക് അറിയാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്നപ്പോൾ എനിക്കൊരു ആന തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ വിശാലമായിട്ട് ഞാൻ ഈ ചോറങ്ങ് കഴിച്ചിട്ടുണ്ട്. വിശന്നാൽ പിന്നെ തടി കൂടുന്നുള്ള ചിന്തയൊന്നും വരാറില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.